സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ലോഡ് എടുത്തിട്ട് ശങ്കർ ഫാക്ടറിയുടെ വെളിയിൽ വന്ന് ടാർപ്പ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ARSൻ്റെ ടാറ്റയുടെ വണ്ടിയാണ്. ARSന് ടാറ്റയുടെ വണ്ടികൾ മാത്രമേ ഉള്ളൂ. ARSൻ്റെ വണ്ടികൾ ഓടിക്കാൻ ഇച്ചിരി പാടാണ്. അത് ഓടിച്ച് തഴമ്പിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. കൊണ്ടു നടക്കാൻ ചെറിയ കാര്യമല്ല. നമ്മുടെ ലോഡിങ് അണ്ണന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇത് സതീഷ് അളിയൻ, ഇത് നമ്മുടെ ഒരു ചങ്ക് കൂട്ടുകാരനാണ്. അപ്പുറത്തേക്കുന്നത് 148 ഓടിക്കുന്നത് ലൈലാൻഡ്. ഇത് സതീഷ് അളിയനാണ് ബെൻസ് ഓടിക്കുന്നത്. സതീഷ് അളിയൻ്റെ ലോഡ് കയറ്റി ഇറങ്ങി ടാർപ്പൊക്കെ കെട്ടിയിട്ടേക്കോ. അളിയൻ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. സതീഷ് അളിയൻ്റെ വീട് കഴുതുരുട്ടിയിലാണ്, രാഹുലിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്താണ്. അപ്പം അയാളിൻ്റെ വണ്ടിയാണ് ഈ 148 ലോഡ് കയറി കിടക്കുന്നത്. ടാർപ്പ് കെട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ടാർപ്പൊക്കെ കെട്ടി നേരെ നാമ്പുളങ്ങര കായംകുളം ഗോഡൗണിലെത്തിയപ്പം നമ്മുടെ വണ്ടി ഫസ്റ്റ് വണ്ടിയാണ്. രണ്ടാമത്തെ വണ്ടിയാണ് നടന്നു വന്നാണ് ഇക്കയുടെയാണ്. നിസാർ എന്നാണ് ഇക്കയുടെ പേര്. ഇക്കയുടെ വണ്ടിയാണ് പുല്ലൂരല്ല തെമ്മല പുല്ലൂരിനിടയ്ക്കുള്ളത്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയും 14 രണ്ടുപേർക്കും നാമ്പുളങ്ങരയായിരുന്നു. ഫസ്റ്റ് വണ്ടി എൻ്റെ വണ്ടി ആദ്യം ഇറക്കിയിട്ടേ അയാളുടെ വണ്ടി ഇറങ്ങത്തുള്ളൂ. എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. പുള്ളിക്ക് നാളെ ആവും. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനും കാപ്പി കുടിക്കാനൊക്കെ പോവുക. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ ചുമ്മാ ഒന്ന് ഞാൻ വീഡിയോ എടുത്ത് ആ ഗോഡൗണൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. റംസാനായതുകൊണ്ട് 2 ദിവസം ഗോഡൗൺ അവധിയായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ചെറുക്കനും വന്നിട്ടുണ്ടായിരുന്നു. ചെറുക്കനെ ഇനി പോകുന്ന വഴിക്ക് ലോഡ് ഇറക്കിയിട്ട് പോകുന്ന വഴിക്ക് വീടിൻ്റെ അതുവഴി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പോകുന്ന വഴിക്ക് തന്നെ വീടായതുകൊണ്ട് നമുക്ക് അവിടുന്ന് അവനെ വീട്ടിലോട്ട് വിട്ടിട്ട് എനിക്ക് പോകാനുള്ള ഡ്രസ്സും അവരൊക്കെ എടുത്തിട്ട് അവിടുന്ന് നേരെ ഞാൻ പോകാം. അതുകൊണ്ടാണ് അവനെ കൊണ്ടുവന്നത്. അവനകത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് ഇവിടുത്തെ ഗോഡൗൺ. ഇവിടുന്ന് ലോഡ് ഇറങ്ങി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നേരെ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാമായിരുന്നു. നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞ് നേരെ ഒരു ചായക്കടയിൽ നിർത്തി. പൊടിയൻ കൊച്ചാട്ടൻ്റെ ചായക്കട എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളിനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ നമ്മളവിടെ ഓപ്പോസിറ്റ് വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് നേരെ വണ്ടി എടുത്ത് തെന്മല എത്തി. തെന്മല കഴുതുരുട്ടി. തെന്മല കഴിഞ്ഞിട്ട് കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ആര്യങ്കാവിന് ഇപ്പുറം. തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയ്ക്കാണ് കഴുതുരുട്ടി. ഇവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴക്കോളും ഉണ്ട്. നമ്മൾ ചെറുക്കനെ ഒതുക്കിയിട്ടേക്കുക. നമ്മൾ അവിടെ നിന്ന് ഹൈ റേഞ്ചൊക്കെ ഇറങ്ങി താഴെ വന്നപ്പോഴാണ് നമ്മുടെ രാഹുലിനെയും അച്ഛനെയും കണ്ടത്. ഒരു ട്രാക്ടറും കൊണ്ട് വണ്ടി റെഡിയാക്കാൻ വേണ്ടി തമിഴകത്തേക്ക് വന്നതാണ്. തമിഴ്നാട്ടിലാണ് വണ്ടി പണിയുന്നത്. അങ്ങനെ അവരെയും കണ്ടിട്ട് ഞാൻ നേരെ സൊറണ്ടൈ എന്ന് പറയുന്ന സ്ഥലമെത്തി. സൊറണ്ടൈ ഇവിടെയാണ് കൃഷികൾ കൂടുതലായിട്ട് നടക്കുന്നത്. നമുക്ക് നാട്ടിലേക്ക് പച്ചക്കറികളൊക്കെ പോകുന്ന സ്ഥലമാണ്. കൂടുതലായിട്ട് ഇവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ കൊല്ലം സൈഡിലോട്ടൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഒതുക്കി ഇട്ടിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ വണ്ടിയെടുത്ത് നേരെ ശങ്കർ ഫാക്ടറിയിലേക്ക് പോകാൻ റെഡിയാകുകയാണ്. അടുത്തൊരു വെറൈറ്റി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.